വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി-ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബി-ഫാം 7th സെമസ്റ്റർ NDDS എന്ന സബ്ജക്റ്റിലെ ബേസിക് കമ്പോണൻസ് ഓഫ് ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം ആൻഡ് ഫോർമുലേഷൻ അപ്രോച്ചസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ബേസിക് കമ്പോണൻസ് നോക്കാം. ഈ ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിന് 7 ബേസിക് കമ്പോണൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ആണ് പോളിമർ മാട്രിക്സ് ഓർ ഡ്രഗ് റിസർവോയർ, ഡ്രഗ്സ്, പെർമിയേഷൻ എൻഹാൻസേഴ്സ്, പ്രഷർ സെൻസിറ്റീവ് അഡ്ഹസീവ്, ബാക്കിംഗ് ലാമിനേറ്റ്, റിലീസ് ലൈനർ, അതർ എക്സിപ്പിയൻസ് ലൈക്ക് പ്ലാസ്റ്റിസൈസർ ആൻഡ് സോൾവെന്റ്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് പോളിമർ മെട്രിക്സ് ഓർ ഡ്രഗ് റിസർവോയർ. ഈ പോളിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TDDSൻ്റെ അതായത് ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിൻ്റെ ബാക്ക് ബോൺ ഫോം ചെയ്യുന്നുണ്ട്. ഡിവൈസ് നിന്ന് ഡ്രഗ് റിലീസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ പോളിമർ മാട്രിക്സിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രഗിനെ ലിക്വിഡ് അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിൽ ഡിസ്പേഴ്സ് ചെയ്യാണ് വേണ്ടത്. അത് ബയോ കോമ്പാക്റ്റബിൾ ആയിരിക്കണം, കെമിക്കലി കോമ്പാക്റ്റബിൾ ആയിരിക്കണം ഡ്രഗുമായിട്ട്. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ് ഡെലിവറി പ്രൊവൈഡ് ചെയ്യണം ഡ്യൂറിങ് അതിൻ്റെ ഷെൽഫ് ലൈഫ് ടൈമിൽ. പിന്നെ സ്കിന്നിന് ഹാംഫുൾനെസ് ഒന്നും കോസ് ചെയ്യാൻ പാടില്ല. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ് ആണ്. ഒറിജിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് നാച്ചുറൽ പോളിമേഴ്സ്. എക്സാമ്പിൾ സെല്ലുലോസ് ഡെറിവേറ്റീവ്സ്, ജെലാറ്റിൻ, ഷെല്ലാക്, വാക്സസ്, ജെൽ. അടുത്തതാണ് സിന്തറ്റിക് എലാസ്റ്റോമേഴ്സ്, പോളിബ്യൂട്ടാഡൈൻ, പോളി ഐസോബ്യൂട്ടലിൻ, സിലിക്കോൺ റബ്ബർ, നൈട്രൈൽ, അക്രൈലോ നൈട്രൈൽ, നിയോപ്രിൻ, ബ്യൂട്ടൈൽ റബ്ബർ. അടുത്ത സിന്തറ്റിക് പോളിമേഴ്സ് ആണ് പോളിവിനൽ ആൽക്കഹോൾ, പോളിവിനൽ ക്ലോറൈഡ്, പോളി എത്തിലിൻ, പോളിപ്രൊപ്പിലിൻ, പോളി ആക്രിലേറ്റ്, പോളി യൂറിയ. അതർ പോളിമേഴ്സിൽ വരുന്നതാണ് ക്രോസ് ലിങ്ക്ഡ് പോളിയെത്തിലിൻ ഗ്ലൈക്കോൾ, ഈഥൈൽ സെല്ലുലോസ്, പോളിവിനൽ പൈറോളിഡിൻ. അടുത്തത് ഡ്രഗ് ആണ്. ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്രഗിന് റൈറ്റ് മിക്സ്ചർ ഓഫ് ഫിസിക്കോ കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. പിന്നെ എക്സ്റ്റെൻസീവ് ഫസ്റ്റ് പാസ് മെറ്റബോളിസം അണ്ടർഗോ ചെയ്യുന്ന ഡ്രഗ്സിന് ഇത് സ്യൂട്ടബിൾ ആണ്. നാരോ തെറാപ്യൂട്ടിക് വിൻഡോ ഉള്ള ഡ്രഗ്സിന് സ്യൂട്ടബിൾ ആണ്. പിന്നെന്താണ്, ഇത് പേഷ്യൻ്റ് കോംപ്ലിയൻസ് ഇംപ്രൂവ് ചെയ്യിക്കണം. ഇനി നമ്മുടെ ഈ ഒരു ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിലെ ഡ്രഗ്സിൻ്റെ വേണ്ട കുറച്ച് റിക്വയർമെൻറ്റ്സ് ആണ്. ഫിസിക്കോ കെമിക്കൽ റിക്വയർമെൻറ്റ്സും ഉണ്ട്, ഫാർമക്കോ കൈനറ്റിക് റിക്വയർമെൻറ്റ്സും ഉണ്ട്. ഫിസിക്കോ കെമിക്കൽ റിക്വയർമെൻറ്റ്സ് ആണ് നോൺ അയണിക് ആയിരിക്കണം, ലോ മോളിക്കുലർ വെയിറ്റ് ആയിരിക്കണം, അഡിക്കേറ്റ് ഓയിൽ ആൻഡ് വാട്ടർ സൊല്യൂബിലിറ്റി ഉണ്ടായിരിക്കണം, ലോഗ് പി വാല്യൂ 1 to 4 ഇടയിലായിരിക്കണം, ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കണം, പൊട്ടൻ്റ് ആയിരിക്കണം. ഫാർമക്കോ കൈനറ്റിക് റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഡോസ് റിക്വയർമെൻ്റ് ആണുള്ളത്. പിന്നെ ഷോർട്ട് ഹാഫ് ലൈഫ് ആയിരിക്കണം, ലെസ് ദാൻ 10 hours, ലോ ഓറൽ ബയോ അവൈലബിലിറ്റി ആയിരിക്കണം, ലോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ്, സ്കിൻ പെർമിയബിലിറ്റി കോയിഫിഷ്യൻറ്റ് ലെസ് ദാൻ 5 × 10⁻³ cm/h ആണ്. ലിപ്പോഫിലിസിറ്റി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 10 ആയിരിക്കണം. ഓയിൽ ഇൻ വാട്ടർ സൊല്യൂബിലിറ്റി റേഷ്യോ ലെസ് ദാൻ 1000, pH റേഞ്ച് 5 to 9. ഇത്രയും റിക്വയർമെൻറ്റ്സ് ആണ് നമ്മുടെ ഈ TDDS ഡ്രഗ്സിന് വേണ്ടത്. അടുത്തത് ഈ TDDS വഴി ഡെലിവർ ചെയ്യുന്ന ഡ്രഗ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. റിവാസ്റ്റിക്മിൻ ഉണ്ട്, അൽഷിമേഴ്സ് ഡിസീസസിനും പാർക്കിൻസോണിസത്തിനും യൂസ് ചെയ്യുന്നതാണ്. റോട്ടിഗോട്ടിൻ ഉണ്ട്, പാർക്കിൻസോണിസത്തിന് യൂസ് ചെയ്യുന്നതും. മിഥാൽഫെനിഡേറ്റ് ഉണ്ട്, അറ്റൻഷൻ ഡെഫിഷ്യറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡേഴ്സിനുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഡ്രഗിൻ്റെ കേസിൽ പറയാനുള്ളത്. അടുത്തത് പെർമിയേഷൻ എൻഹാൻസേഴ്സ്. പെർമിയേഷൻ എൻഹാൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇത് പെർമിയബിലിറ്റി സ്ട്രാറ്റം കോർണിയത്തിൻ്റെ പെർമിയബിലിറ്റി എൻഹാൻസ് ചെയ്യുന്ന കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ്. ഹൈ തെറാപ്യൂട്ടിക് ലെവൽ ഓഫ് ഡ്രഗ്സ് സിസ്റ്റമിക് സർക്കുലേഷനിൽ അറ്റൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ കമ്പോണൻസുമായിട്ട് അത് ഇൻട്രാക്ട് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ബാരിയർ ഫംഗ്ഷന് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് സ്കിൻ പെർമിയബിലിറ്റി എൻഹാൻസ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. അടുത്തത് പ്രഷർ സെൻസിറ്റീവ് അഡ്ഹസീവ്സ് ആണ്. പ്രഷർ സെൻസിറ്റീവ് അഡ്ഹസീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഡെർമൽ പാച്ചും സ്കിന്നും തമ്മിലുള്ള ഇൻറ്റിമേറ്റ് കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന മെറ്റീരിയലാണ് പ്രഷർ സെൻസിറ്റീവ് അഡ്ഹസീവ്സ്. ഇത് മിനിമൽ ഫിംഗർ പ്രഷറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അഡ്ഹർ ചെയ്യണം. അതുപോലെ അഗ്രസീവ്ലിയും പെർമനൻ്റ്ലി ടാക്കി ആയിരിക്കണം. സ്ട്രോങ് ഹോൾഡിംഗ് ഫോഴ്സ് ഉണ്ടായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ സ്കിന്നിൽ അതിൻ്റെ റെസിഡ്യൂസ് ഒന്നും ബാക്കി വെക്കാതെ അതിനെ റിമൂവ് ചെയ്യാൻ പറ്റണം. എക്സാമ്പിളാണ് പോളി ആക്രിലേറ്റും പോളി ഐസോബ്യൂട്ടലിനും. അതാണ് പ്രഷർ സെൻസിറ്റീവ് അഡ്ഹസീവ്സ്.
പിന്നെ ബാക്കിംഗ് ലാമിനേറ്റ് ആണ്. ബാക്കിംഗ് ലാമിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ട്രാൻസ്ഡെർമൽ പാച്ചസിന് ഒരു ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിന് എന്തായിരിക്കണം, കെമിക്കൽ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അതർ കമ്പോണൻസുമായിട്ട് അത് ഇൻട്രാക്ട് ചെയ്യാൻ പാടില്ല. പിന്നെ എക്സിപിയൻസ് ഒക്കെ ആയിട്ട് അത് കോമ്പാക്റ്റബിൾ ആയിരിക്കണം. അതല്ലെങ്കിൽ അഡിറ്റീവ്സിൻ്റെ ലീച്ചിങ് ഉണ്ടാവും. പിന്നെ കെമിക്കൽ റെസിസ്റ്റൻസിൻ്റെ ഓവർ എംഫാസിസ് ഉണ്ടെങ്കിൽ അത് ഇൻക്രീസ്ഡ് സ്റ്റിഫ്നെസ് കോസ് ചെയ്യും, ഹൈ ഒക്ലൂസിവിറ്റിയും കോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്കിൻ ഇറിറ്റേഷനൊക്കെ കോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കെമിക്കൽ റെസിസ്റ്റൻസിൻ്റെ ഓവർ എംഫാസിസ് ആയിക്കഴിഞ്ഞാൽ. ഇത്രയാണ് ബാക്കിംഗ് ലാമിനേറ്റ്. അതിൻ്റെ ഐഡിയൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഹൈ ഫ്ലെക്സിബിലിറ്റി ആയിരിക്കണം, ഗുഡ് ഓക്സിജൻ ട്രാൻസ്മിഷൻ ആയിരിക്കണം, ഹൈ മോയ്സ്ചർ വേപ്പർ ട്രാൻസിഷൻ റേറ്റ്. എക്സാമ്പിൾസ് ആണ് വിനൈൽ, പോളിയെത്തിലിൻ, പോളിയെസ്റ്റർ ഫിലിംസ്. അടുത്ത അതർ എക്സിപിയൻസ് ആണ്. അതർ എക്സിപിയൻസിൽ പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോൾവെൻറ്റ്സ് ആണ് ക്ലോറോഫോം, എത്തനോൾ, അസറ്റോൺ, ഐസോപ്രൊപ്പനോൾ, ഡൈക്ലോറോമീഥെയിൻ. യൂസ് ചെയ്ത പ്ലാസ്റ്റിസൈസേഴ്സ് ഉണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്, ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഡൈബ്യൂട്ടൈൽ താലേറ്റും ട്രൈ ഈതൽ സിട്രേറ്റ്, പോളിയെത്തിലിൻ ഗ്ലൈക്കോൾ, പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ ഒക്കെയാണ് അതിൽ പ്ലാസ്റ്റിസൈസേഴ്സിൻ്റെ എക്സാമ്പിൾ. അടുത്തത് റിലീസ് ലൈനേഴ്സ് ആണ്. റിലീസ് ലൈനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഡെർമൽ പാച്ചസിൻ്റെ ഇത് സ്റ്റോറിങ്, നമ്മളിപ്പോൾ ഒരു ബാൻഡേഡൊക്കെ നോക്കുകയാണെങ്കിൽ അത് ആ ഒരു എന്താ പറയുക അഡ്ഹസീവ് ഒട്ടിപ്പിടിക്കുന്ന ആ സൈഡിനെ ജസ്റ്റ് കവർ ചെയ്തുകൊണ്ട് ഒരു ലെയർ ഉണ്ടാവില്ലേ, അതിനാണ് റിലീസ് ലൈനർ എന്ന് പറയുക. അതായത് അഡ്ഹസീവ് സൈഡ് ഓഫ് ട്രാൻസ്ഡെർമൽ പാച്ചസിനെ സ്റ്റോറേജിൻ്റെ സമയത്ത് കവർ ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയറാണ് റിലീസ് ലൈനർ. അത് ഡ്രഗ് ലോസ് പ്രിവെൻറ്റ് ചെയ്യാനും അതേപോലെ കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുക. ഇത് അഡ്ഹസീവ് എന്താണ് എപ്പോഴും ഇൻടാക്റ്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ബാൻഡേഡൊക്കെ സ്കിന്നിലോട്ട് ഒട്ടിക്കണമെങ്കിൽ എന്താ ചെയ്യുക, ആ ഒരു ഒരു ലൈനർ ഉണ്ടല്ലോ, ആ ലൈനർ ജസ്റ്റ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ സ്കിന്നിലോട്ട് ഒട്ടിക്കുകയല്ലേ ചെയ്യുക. അതേ സെയിം സാധനമാണ് റിലീസ് ലൈനർ എന്ന് പറയുക. ഇത് കെമിക്കലി ഇനേർട്ട് ആയിരിക്കണം, പിന്നെ ഡ്രഗുമായിട്ടും അഡ്ഹസീവുമായിട്ടൊക്കെ കോമ്പാക്റ്റബിൾ ആയിരിക്കണം. അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിൾസ് ആണ് പോളിയെസ്റ്റർ ഫിലിംസും സിലിക്കണൈസ്ഡ് പോളി എത്തിലിനും. ഇത്രയാണ് നമുക്ക് എന്തിലുള്ളത്, നമ്മുടെ ബേസിക് കമ്പോണൻസ് ഓഫ് ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിലുള്ളത്. അപ്പോൾ പോളിമർ മെട്രിക്സ് ഓർ ഡ്രഗ് റിസർവോയർ, ഡ്രഗ്, പെർമിയേഷൻ എൻഹാൻസേഴ്സ്, പ്രഷർ സെൻസിറ്റീവ് അഡ്ഹസീവ്, ബാക്കിംഗ് ലാമിനേറ്റ്, അതർ എക്സിപിയൻസ്, റിലീസ് ലൈനേഴ്സ്. ഇത്രയും കമ്പോണൻസ് ആണ് TDDSനുള്ളത്. അടുത്തത് ഫോർമുലേഷൻ അപ്രോച്ചസ് ആണ്. ഈ TDDSലുള്ള ഫോർമുലേഷൻ അപ്രോച്ചസ് 4 അപ്രോച്ചസ് ആണുള്ളത്. മെംബ്രെയിൻ ഓർ മോഡറേറ്റഡ്, റിസർവോയർ ടൈപ്പ്, അഡ്ഹസീവ് ഡിഫ്യൂഷൻ കൺട്രോൾഡ്, മെട്രിക്സ് ഡിസ്പേർഷൻ ടൈപ്പ്, മൈക്രോ റിസർവോയർ ടൈപ്പ്. ഫസ്റ്റ് നമുക്ക് മെംബ്രെയിൻ മോഡറേറ്റഡ് TDDS, അതിനെ തന്നെ റിസർവോയർ ഡിവൈസ് എന്നും പറയുന്നുണ്ട്. ഇവിടെ ഡ്രഗ് റിസർവോയർ ഒരു ഷാലോ കമ്പാർട്ട്മെൻറ്റിൽ എൻക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് എന്ത്, ഡ്രഗ് റിസർവോയർ എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ നോക്കി അറിയാൻ പറ്റും. ഈ ഒരു ഡ്രഗ് റിസർവോയറിനെ ഒരു ഷാലോ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ എന്താണ്, എൻക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ് ഇംപെർമിയബിൾ മെറ്റാലിക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ലാമിനേറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഡ്രഗ് ഡെലിവറി സൈഡിനെ കവർ ചെയ്തുകൊണ്ട് റേറ്റ് കൺട്രോളിങ് പോളിമെറിക് മെംബ്രെയിനും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതാ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ഡ്രഗ് റിസർവോയർ ഉണ്ട്, അത് ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഷാലോ കമ്പാർട്ട്മെൻറ്റിൽ എൻക്ലോസ് ചെയ്തിരിക്കുകയാണ്. ആ ഷാലോ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഡ്രഗ് ഇംപെർമിയബിൾ മെറ്റാലിക് ഓർ പ്ലാസ്റ്റിക് ലാമിനേറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ പിന്നിലൊരു ഇംപെർമിയബിൾ ബാക്കിംഗ് ലാമിനേറ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു ഡ്രഗ് റിസർവോയറിനെ ആ ഒരു സൈഡിനെ കവർ ചെയ്തുകൊണ്ട് ഒരു റേറ്റ് കൺട്രോളിങ് മെംബ്രെയിൻ ഉണ്ട്, പോളിമെറിക് മെംബ്രെയിൻ ആണ്. അതിൻ്റെ അടുത്തായിട്ടാണ് അഡ്ഹസീവ് മെറ്റീരിയലിനെ കാണുന്നത്. ഇത്രയാണ് മെംബ്രെയിൻ മോഡറേറ്റഡ് TDDSൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ഇവിടെ ഡ്രഗ് റിലീസ് ചെയ്യുന്നത് ഈ ഒരു റേറ്റ് കൺട്രോളിങ് മെംബ്രെയിൻ വഴിയാണ്. ഓക്കെ, അത് കൺട്രോൾഡ് ആൻഡ് പ്രെഡിക്റ്റബിൾ ഡ്രഗ് റിലീസിനെ എൻഷുർ ചെയ്യുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കുക, ഡ്രഗ് റിലീസ് ചെയ്യുന്നത് ഏത് വഴി മാത്രമാണ്, കൺട്രോൾഡ് റേറ്റ് കൺട്രോളിങ് മെംബ്രെയിൻ ഉണ്ടല്ലോ ഇവിടെ, ഈ ഒരു റേറ്റ് കൺട്രോളിങ് മെംബ്രെയിൻ വഴിയാണ് ഡ്രഗ് റിലീസ് നടക്കുന്നത്. ഇതിൽ ഡ്രഗ് പ്രസൻ്റ് ആയിട്ടുള്ളത് സസ്പെൻഷനോ അല്ലെങ്കിൽ ജെൽ ഫോമിലായിരിക്കും. അൺലീച്ചബിൾ വിസ്കസ് ഫ്ലൂയിഡ് ആയിട്ടും ഡ്രഗ് കണ്ടെയ്ൻ ചെയ്യാം. ഒരു പേസ്റ്റ് ലൈക്ക് സസ്പെൻഷനാണ് ഈ ഇൻസൈഡ് ദ റിസർവോയർ അത് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ അഡ്ഹസീവ് ലെയർ ഉണ്ടെന്ന് പറഞ്ഞു, അത് ജസ്റ്റ് സ്കിൻ കോണ്ടാക്റ്റിൽ എക്സ്റ്റേണലി ആണ് അപ്ലൈ ചെയ്യുന്നത്.
ഇവിടുത്തെ കൺട്രോളിങ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഡ്രഗ് റിലീസ് റേറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പോളിമർ കമ്പോസിഷൻ മോഡിഫൈ ചെയ്യാം. അതേപോലെ പെർമിയബിലിറ്റി കോഎഫിഷ്യൻ, തിക്നെസ് ഓഫ് റേറ്റ് കൺട്രോളിങ് മെംബ്രെയിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വഴി ഡ്രഗ് റിലീസ് റേറ്റിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് അഡ്ഹസീവ് ഡിസ്പേർഷൻ ടൈപ്പ് TDDS. അതിനെ തന്നെ നമ്മൾ മിക്സ്ഡ് മോണോലിത്തിക് റിസർവോയർ ഡിവൈസ് എന്നും പറയുന്നുണ്ട്. ഇത് മെംബ്രെയിൻ മോഡറേറ്റഡ് സിസ്റ്റത്തിൻ്റെ സിംപ്ലിഫൈഡ് ഡിസൈനാണ്. ഫുള്ളി ഡ്രഗ് റിസർവോയറിനെ എൻകാപ്സുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡ്രഗ് ഡയറക്റ്റ്ലി അഡ്ഹസീവ് പോളിമറിലോട്ട് ഡിസ്പേഴ്സ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. മെഡിക്കേറ്റഡ് അഡ്ഹസീവ് അപ്ലൈ ചെയ്യുന്നുണ്ട് ഒരു സോൾവെൻറ്റ് കാസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. പിന്നെ ഇതൊരു തിൻ ഡ്രഗ് റിസർവോയർ ലെയറിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ടോപ്പ് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവോയറിനെ പിന്നെ കവർ ചെയ്തിട്ടൊരു നോൺ മെഡിക്കേറ്റഡ് റേറ്റ് കൺട്രോളിങ് അഡ്ഹസീവ് പോളിമർ ലെയർ ഉണ്ട്, കോൺസ്റ്റൻറ്റ് തിക്നെസ് ഉള്ളത്. ഫൈനൽ സ്ട്രക്ചർ ഒരു അഡ്ഹസീവ് ഡിഫ്യൂഷൻ കൺട്രോൾഡ് സിസ്റ്റം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഡ്രഗ് റിലീസിനെ കൺട്രോൾ ചെയ്യുന്നത് ഡിഫ്യൂഷൻ ത്രൂ ദ അഡ്ഹസീവ് ലെയേഴ്സ് ആണ്. ഇതാണ് അതിൻ്റെ ഫിഗർ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് നോക്കിയാൽ അറിയാം. ഇവിടെ ഡ്രഗ് റിസർവോയർ ഉണ്ട്, അഡ്ഹസീവായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കാണുന്നത്. അതിന് മുകളിലൊരു ഡ്രഗ് ഇംപെർമിയബിൾ ആയിട്ടുള്ള മെറ്റാലിക് പ്ലാസ്റ്റിക് ലാമിനേറ്റ് ഉണ്ടായിരിക്കും. താഴെയാണ് റേറ്റ് കൺട്രോളിങ് അഡ്ഹസീവ് ലെയർ കണ്ടെയ്ൻ ചെയ്യുന്നത്. ഇത്രയാണ് എന്ത് അഡ്ഹസീവ് ടൈപ്പ് TDDS എന്ന് പറയുന്നത്. അടുത്തത് മെട്രിക്സ് ഡിഫ്യൂഷൻ കൺട്രോൾ TDDS. അതിനെ തന്നെ നമ്മൾ മോണോലിത്തിക് ഡിവൈസ് എന്നും പറയുന്നുണ്ട്. ഇവിടെ ഡ്രഗ് ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്നത് ഒരു ഹൈഡ്രോഫിലിക് ലിപ്പോഫിലിക് പോളിമർ മാട്രിക്സിലാണ്. ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള റേറ്റ് കൺട്രോളിങ് മെംബ്രെയിൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല. മെഡിക്കേറ്റഡ് പോളിമർ മാട്രിക്സിനെ ഒരു ഡിസ്ക് ആയിട്ട് മോൾഡ് ചെയ്തിരിക്കുകയാണ്. ഒരു ഡിഫൈൻഡ് സർഫസ് ഏരിയയും തിക്നെസ്സും ഉള്ള ഒരു ഡിസ്ക് ആയിട്ട് പോളിമർ മാട്രിക്സിനെ മെഡിക്കേറ്റഡ് പോളിമർ മാട്രിക്സിനെ മോൾഡ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അതൊരു ബേസ് പ്ലേറ്റ് ഇംപെർമിയബിൾ പ്ലാസ്റ്റിക് പാക്കിംഗ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബേസ് പ്ലേറ്റിലോട്ട് ഗ്ലൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡ്രഗ് ഈ ഒരു മെട്രിക്സ് നിന്ന് സ്കിൻ സർഫസിലോട്ട് ഡിഫ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിലീസ് റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡ്രഗ് കോൺസെൻട്രേഷൻ, മെട്രിക്സ് കമ്പോസിഷൻ, ഡിഫ്യൂഷൻ, പാത്ത് ലെങ്ത്, ഈ 3 ഫാക്ടേഴ്സിനെയാണ് റിലീസ് റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുക. ഇതാണ് ഫിഗർ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഡ്രഗ് റിസർവോയർ ഉണ്ട്, അത് ഫുള്ളി കവർ ചെയ്തിട്ടില്ല. പിന്നെ അഡ്ഹസീവ് റിം ഇവിടെ കാണുന്നുണ്ട്. ഒക്ലൂസീവ് ബേസ് പ്ലേറ്റ് ഇവിടെ അഡ്സോർബൻ പാഡും ഉണ്ട്. ഇതാണ് ഡ്രഗ് ഇംപെർമിയബിൾ പ്ലാസ്റ്റിക് പാക്കിംഗ്. ഇതാണ് മെട്രിക്സ് ഡിഫ്യൂഷൻ കൺട്രോൾഡ് TDDS എന്ന് പറയുന്നത്. ലാസ്റ്റ് വണ്ണാണ് മൈക്രോ റിസർവോയർ ടൈപ്പ് TDDS. ഇതൊരു ഹൈബ്രിഡ് സിസ്റ്റം ആണ്. ഇത് റിസർവോയർ ടൈപ്പിൻ്റെയും അതേപോലെ മെട്രിക്സ് ടൈപ്പ് സിസ്റ്റത്തിൻ്റെയും ഫീച്ചേഴ്സിനെ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണുള്ളത്. ഇവിടെ ഡ്രഗ് സോളിഡിനെ നമ്മളൊരു അക്വ സൊല്യൂഷൻ ഓഫ് വാട്ടർ സൊല്യൂബിൾ പോളിമേഴ്സിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സസ്പെൻഷനെ ലിപ്പോഫിലിക് പോളിമർ ബേസിലോട്ട് ഡിസ്പേഴ്സ് ചെയ്യാണ് ഹൈ ഷിയർ അജിറ്റേഷൻ യൂസ് ചെയ്തുകൊണ്ട്. അങ്ങനെ നമുക്ക് തൗസൻഡ്സ് ഓഫ് അൺലീച്ചബിൾ ഡ്രഗ് ലോഡഡ് മൈക്രോസ്പിയേഴ്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് തെർമോഡൈനാമിക്കലി അൺസ്റ്റേബിൾ ഡിസ്പേർഷനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോളിമർ ചെയിനിനെ ഇൻസൈഡ് ടു ക്രോസ് ലിങ്ക് ചെയ്യാം. ഫൈനൽ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മെഡിക്കേറ്റഡ് ഡിസ്ക് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. അഡ്ഹസീവ് റിം ഈ ഒരു ഡിസ്കിനെ സറൗണ്ട് ചെയ്തിട്ട് സ്കിൻ അഡ്ഹഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് മൈക്രോ റിസർവോയർ ടൈപ്പ് TDDS. ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പോളിമർ മെട്രിക്സ്, മൈക്രോസ്കോപ്പിക് ഡ്രഗ് റിസർവോയറും അഡ്ഹസീവ് റിമ്മും. ഇത് ഒക്ലൂസീവ് ബേസ് പ്ലേറ്റ് ആണ്, അലുമിനിയം ഫോയിൽ ഡിസ്ക് എന്നും പറയും. ഇതാണ് അഡ്ഹസീവ് ഫോം പാഡ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫോർമുലേഷൻ അപ്രോച്ചസിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ബേസിക് കമ്പോണൻസ് ഓഫ് ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം. അത് 7 എണ്ണം നമ്മൾ നോക്കി. പിന്നെ ഫോർമുലേഷൻ അപ്രോച്ചസ് ആണ്. അതിൽ മെംബ്രെയിൻ മോഡറേറ്റഡ് TDDSഉം അഡ്ഹസീവ് ഡിസ്പേർഷൻ ടൈപ്പ് TDDS, മെട്രിക്സ് ഡിഫ്യൂഷൻ കൺട്രോൾഡ് TDDSഉം മൈക്രോ റിസർവോയർ ടൈപ്പ് TDDSഉം ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് വരാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.